Hi guys, welcome to Min's Life. ഇന്ന് നമ്മളൊരു ക്യാമറയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ക്യാമറയുടെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാമറ ഏതാണെന്നല്ലേ? ക്യാമറ ഏതാണെന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമറയെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ക്യാമറ ഏതാണെന്ന് പറയുന്നത് കാനോണിൻ്റെ 90D ആണ്. അവരുടെ മിഡ് റേഞ്ചിൽ വരുന്ന ഫുൾ ഫ്രെയിമിൻ്റെ തൊട്ട് താഴെ വരുന്ന സീരീസിൽ വരുന്നതാണ് കാനോൺ 90D. അതായത് കാനോൺ 80Dയുടെ ചേട്ടൻ അല്ലെങ്കിൽ അവരുടെ 80Dയുടെ നേരെ മുകളിൽ വരുന്ന അപ്ഗ്രേഡ് ആണ് കാനോൺ 90D വരുന്നത്. ഈ ക്യാമറ ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല, പക്ഷേ US-ലൊക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമറയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ വളരെ എക്സൈറ്റിംഗ് ആണ്. എനിക്ക് തോന്നി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമാണ്. വീഡിയോഗ്രാഫേഴ്സിനും അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിനും ഒരുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറയാണ് കാനോൺ 90D. അതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയുന്നത്. ഒരുപക്ഷെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെട്ടുള്ളത് കാനോൺ 80D എന്ന ക്യാമറ ഉപയോഗിച്ചിട്ടായിരിക്കും. കാരണം ഒരു വീഡിയോ മോൺസ്റ്റർ ആയിരുന്നു കാനോൺ 80D. തീരാത്ത ബാറ്ററി ലൈഫ്, ആർട്ടിക്കുലേറ്റഡ് വേരി ആംഗിൾ സ്ക്രീൻ, അതുപോലെ തന്നെ ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ്, 1080p 60 ഫ്രെയിം സെക്കൻഡ്. സോ ആ ഒരു വീഡിയോഗ്രാഫറുടെ ഒരു ഡ്രീം ക്യാമറ ആയിരുന്നു കാനോൺ 80D. ആ 80Dയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, പുതിയതായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് കാനോൺ 90D ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മെഗാ പിക്സൽ തന്നെയാണ്. 24 മെഗാ പിക്സലിന് പകരം 32.5 മെഗാ പിക്സലാണ് കാനോൺ 90Dയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻസർ അല്ലെങ്കിൽ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഡിജിക് 8 CMOS സെൻസർ ആണ് കാനോൺ 90Dയിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതൊരു ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഡിജിക് 6-ൽ നിന്ന് ഡിജിക് 8-ലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ സെൻസറിൻ്റെ മെഗാ പിക്സൽ കൗണ്ട് ഏകദേശം 50% ഇൻക്രീസ് ചെയ്യുന്നു. 24-ൽ നിന്ന് ഏകദേശം 32.5-ലേക്ക് എത്തുന്നു. അതായത് ഫുൾ ഫ്രെയിമിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന ഡെപ്ത് വരുന്ന പിക്ചേഴ്സും വീഡിയോസും നമുക്ക് എടുക്കാൻ സാധിക്കും കാനോൺ 90D കൊണ്ട്. ഇനി കാനോൺ 90Dയിൽ കൊടുത്തുള്ള ഹ്യൂജ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നത് ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിലാണ്. ഓട്ടോ ഫോക്കസ് പ്രോഗ്രാമിങ്ങിൻ്റെ സെറ്റിങ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഫോക്കസിൽ കാനോണിൻ്റെ ഫേമസ് ആയ ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസിന് പുറമെ ഐ ഓട്ടോ ഫോക്കസ്, അതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ്, ഈ രണ്ട് ഫീച്ചേഴ്സാണ് കാനോൺ 90Dയിൽ കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലൈവ് സബ്ജക്ട്സ്, മൂവിങ് സബ്ജക്ട്സ് അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഐ ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിലൂടെ. സോണി മിറർലെസ്സുകൾക്കാണ് പൊതുവേ ഈ ഐ ഓട്ടോ ഫോക്കസിൽ ഫേമസ് ആയിട്ടുള്ളത്. സോ ആ സോണിയൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാനോൺ 90Dയിൽ ഈ ഐ ഓട്ടോ ഫോക്കസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാനോണിൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം എല്ലാവർക്കും അറിയാം. ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ്, ആ ഓട്ടോ ഫോക്കസിൽ തന്നെ 45 ക്രോസ് ടൈപ്പ് പോയിന്റ്സ് ആണ് കൊടുത്തുള്ളത്. അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്രെയിമിലൊക്കെ കണ്ടുവരുന്ന പോലെ ഒരു ജോയ്സ്റ്റിക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതൊരു ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ആ ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഫുൾ ഫ്രെയിം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം കാനോൺ 5Dയുടെയൊക്കെ ആ ഓട്ടോ ഫോക്കസ് ജോയ്സ്റ്റിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ ആ ഓട്ടോ ഫോക്കസ് ജോയ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു ഒരു വർത്തി അപ്ഗ്രേഡ് തന്നെയാണ് 90Dയിലേക്ക് കാനോൺ കൊടുത്തിട്ടുള്ളത്. ഇനി വീഡിയോ ഫീച്ചേഴ്സ്, വീഡിയോ സ്പീഡ് ആൻഡ് ഫ്രെയിം പെർ സെക്കൻഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ കാനോൺ 90Dയിൽ വന്നിട്ടുണ്ട്. കാരണം 4K ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫസ്റ്റ് 4K ക്യാമറയാണ് കാനോണിൻ്റെ. 4K 24 FPS, 4K 30 FPS. ഫസ്റ്റ് വന്ന സമയത്ത് 24 FPS ഉണ്ടായിരുന്നില്ല, പക്ഷേ കാനോൺ ഫേംവെയർ അപ്ഡേറ്റിലൂടെ 24 FPS ആഡ് ചെയ്യുകയുണ്ടായി. സോ ആ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ 4K ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ബെസ്റ്റ് ക്യാമറയാണ് കാനോൺ 90 എനിക്ക് തോന്നുന്നു. ആ ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ സ്ലോ മോഷൻ നിങ്ങൾക്ക് വളരെ സുഖമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ബി റോൾസ്, അതുപോലെ വെഡ്ഡിങ്സ്, ആ ഒരു സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 1080p മാനുവൽ ഫോക്കസ് ആണെങ്കിൽ പോലും അതിൽ 120 FPS കാനോൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോണി മിറർലെസ്സിലൊക്കെയാണ് 1080p 120 FPS ഉള്ളത്. സോ കാനോൺ 80Dയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സിനും പുറമെ 4K 24 FPS-ഉം 30 FPS-ഉം 1080p 120 FPS-ഉം കാനോൺ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയാവുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കാനോൺ 90Dയുടെ സ്പെസിഫിക്കേഷനിൽ വരുന്നത് ബാറ്ററി ലൈഫിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഏകദേശം 1300 ക്ലിക്സ് ആണ് കാനോൺ പ്രോമിസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ISO റേഞ്ച് ഒരുപാട് കൂട്ടിയിട്ടുണ്ട്, 51200 എത്തിയിട്ടുണ്ട്. അത് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബോഡി എന്ന് പറയുന്നത് കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നും കാനോൺ വരുത്തിയിട്ടില്ല. ഏകദേശം ആ സിമിലർ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ ജോയ്സ്റ്റിക്ക് ഒഴികെ കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നുമില്ല. അതിൽ വരുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെതർ ഷീൽഡ് ആണ്. നമ്മുടെ കേരളത്തിലെ ഈ ക്ലൈമറ്റിലൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്, വെതർ ഷീൽഡ് ആണ്. സോ ആ ഒരു സംഭവം കാനോൺ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ മൈക്ക് ഇൻപുട്ട് ഉണ്ട്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, അതുപോലെ തന്നെ HDMI പോർട്ട് ഉണ്ട്. സോ എല്ലാ പോർട്ട്സും കാനോൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡിയിൽ ചെറിയൊരു വെയിറ്റ് ഡിഫറൻസ് ഉണ്ട്. അതൊരു നെഗ്ലിജിബിൾ വെയിറ്റ് ഡിഫറൻസ് ആണ്, 30 gram. അപ്പോൾ ഇതൊക്കെയാണ് കാനോണിൻ്റെ ഏകദേശം സ്പെസിഫിക്കേഷൻസിൽ എടുത്തു പറയേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്.
Canon 90Dയുടെ 4K വീഡിയോ ക്യാപ്പബിലിറ്റീസ് ആണ്. അതുപോലെ തന്നെ സെൻസറിൻ്റെ സൈസ് 32.4 മെഗാ പിക്സൽസ് ആണ്. പിന്നെ കനോണിൻ്റെ ആർട്ടിക്കുലേറ്റഡ് ടച്ച് സ്ക്രീൻ ആണ്, അത് 90Dയിൽ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം കനോണിൻ്റെ ടച്ച് സ്ക്രീൻ എത്രമാത്രം യൂസ്ഫുൾ ആണെന്നുള്ളത്. വീഡിയോഗ്രാഫേഴ്സിനും യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും ഒക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇത്രയാണ് കനോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യയിലോട്ട് വരുന്ന പ്രൈസ് ഏകദേശം 90,000 ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ബോഡി ഓൺലി. ഇതിൻ്റെ യൂസ് പ്രൈസ് ഏകദേശം $1,200 ആണ് ബോഡി ഓൺലി. കിറ്റ് ലെൻസോട് കൂടുകയാണെങ്കിൽ 1,300. സോ നിങ്ങളൊരു Canon 80D യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നൊരു ക്വസ്റ്റ്യൻ ഇതിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു Canon 80D യൂസർ ആണെന്നുണ്ടെങ്കിൽ ആ Canon 80D സെയിൽ ചെയ്തുകൊണ്ട് Canon 90 ബോഡി എടുക്കണമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ Canon 80Dയും 90Dയും പ്രോപ്പർ സ്പെസിഫിക്കേഷൻസ് കമ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാർഡ് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാർഡിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. Canon 90D എന്നൊരു ക്യാമറയുടെ കുറിച്ച് ഏകദേശം സ്പെസിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു സ്പെക്ടാക്കാണ്, റിവ്യൂ അല്ല. എൻ്റെ കയ്യിൽ ക്യാമറ അല്ല, ക്യാമറ ഇവിടെ ആരുടെ കയ്യിലും എത്തിയിട്ടില്ല. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.